അത് വേണ്ടിയിട്ട് അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തക്കാളി എടുത്തിട്ടുണ്ട്. ഏകദേശം വലിയ തക്കാളി, അതേപോലെ ഒരു മീഡിയം സൈസ് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മല്ലിച്ചപ്പ്, വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ആഫ്രിക്കൻ മല്ലിച്ചപ്പ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ സംഭവം. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കുറച്ചധികം വെളുത്തുള്ളി. ഞാൻ വെളുത്തുള്ളിൻ്റെ ഒരു ഫാൻ ആയതുകൊണ്ട് കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ചധികം തന്നെ വേണം. ഇനി നമുക്കിത് റെഡിയാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് കത്തിക്കാൻ വെക്കാം. ഏകദേശം ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂണോ അല്ല ഏകദേശം കുറച്ച്, വളരെ കുറച്ച് മാത്രം കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഏകദേശം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കടുക് ഒന്ന് പൊട്ടണം. ഈ കടുകൊക്കെ ഏകദേശം ഒന്ന് പൊട്ടി വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഈ ഉള്ളി നൈസാക്കിയിട്ട്, കാരണം കുറച്ച് കട്ട് ചെയ്ത ഈ ഉള്ളി ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉള്ളിയും അതേപോലെ ഈ പച്ചമുളകും അതേപോലെ വെളുത്തുള്ളി ഉണ്ടല്ലോ നമ്മളെ വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ പെട്ടെന്ന് ഉള്ളിയൊക്കെ ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഉപ്പ് ചേർത്ത് മൂടി വെച്ചാൽ വേഗം തന്നെ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നു പറയും. നമുക്കതിന് മൂടി വെച്ചിട്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കി വെക്കാം. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച സമയം വേഗം റെഡി ആയിട്ടോ. ഉള്ളി ഒന്ന് സോഫ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കട്ട് ചെയ്ത തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളിയും ഇതെല്ലാം കൂടി നല്ലോണം സോഫ്റ്റ് ആയി വരണം. ആ നല്ലോണം സോഫ്റ്റ് ആകുന്ന സമയത്താണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഒന്ന് അടച്ച് വെക്കാം. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഏകദേശം എല്ലാം ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് സെറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ തക്കാളിക്കൊക്കെ ഭയങ്കര കട്ടിയല്ലേ, സോഫ്റ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ജസ്റ്റ് ആ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്മാഷ് ചെയ്തത്. ഇനി അതേ സമയം ഒന്ന് സോഫ്റ്റ് ചെയ്യുന്ന ഒരു സമയം തന്നെ എന്ത് ചെയ്യും, ഈ മല്ലിയിലുണ്ടല്ലോ ഇത് ഞാൻ കുറച്ചധികം ചേർക്കും കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിതിൽ മെയിൻ ഈ വെളുത്തുള്ളി ഈ മല്ലിയിലിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാനത് രണ്ടും കുറച്ച് അധികം ഇടാറുണ്ട് എല്ലാത്തിലും. പിന്നെ ഇതൊന്ന് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഞാൻ ആകെ 2 മസാലപ്പൊടികൾ മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ കേട്ടോ. അത് കുറഞ്ഞ അളവിൽ കുറച്ച് മതി. ഫസ്റ്റ് ചേർക്കുന്നത് ഗരം മസാലയും ചേർത്ത് കൊടുക്കും. അതേപോലെ പിന്നെ കുറച്ച് കുരുമുളക് പൊടി കേട്ടോ. ഇത് രണ്ടും മാത്രമേ ഞാനിതിലേക്ക് മെയിനായിട്ട് ചേർക്കുള്ളൂ. കുരുമുളക് പൊടിയും കുറച്ച് മാത്രം മതി, കാരണം പച്ചമുളക് ചേർത്തതുകൊണ്ട് അതിന് നല്ല എരിവുണ്ടാവും. അപ്പോൾ ആ എരിവും കൂടി നോക്കിയിട്ട് വേണം എന്ത് ചെയ്യുക കുരുമുളക് ചേർക്കാൻ കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു സമയം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇതിന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മെല്ല് വരും ആ മല്ലിയിൽ ഇതെല്ലാം കൂടി ചേർത്താൽ. അപ്പോൾ എന്താ പറയുക, ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ആ ഒരു മസാലപ്പൊടിൻ്റെ സ്മെല്ലും ഓവറായിട്ട് മാറണമെന്നൊന്നുമില്ല, കാരണം കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ എല്ലാം ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു പൊടികളാണല്ലോ. അതുകൊണ്ട് അതിന് ഓവർ സ്മെല്ല് പോകാനൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ തക്കാളികളൊക്കെ ഒന്നുകൂടി ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഈ സ്പൂണിനെ വെച്ചിട്ട് ഒന്ന് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഒടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ എന്താ പറയുക തക്കാളി ചട്നി, തക്കാളി താളിച്ചത്, അല്ലെ ഉള്ളിയും തക്കാളിയും താളിച്ചത്, അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഒരു പ്രത്യേക തരം ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സിമ്പിൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രത്യേക തരം തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. രാവിലെ അതേപോലെ രാത്രി ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് നമ്മൾ എന്ത് കാര്യം ഉണ്ടാക്കുന്നുള്ള ഒരു ടെൻഷനുള്ള സമയത്ത് എന്ത് ചെയ്യുക, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ആ മല്ലിയിലേക്ക് പകരം നമ്മൾ സാധാ മല്ലിയിലിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാകുന്ന അറിയില്ല, ഈ മല്ലിയിലേക്ക് ഭയങ്കര ടേസ്റ്റ്. അതുകൊണ്ടാണ് ഇത് ഞാൻ കൂടുതലിട്ടത്. പിന്നെ വെളുത്തുള്ളിയും കുറച്ച് അധികം ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആക്കി നോക്കുകയാണ്. ഇനി നമുക്ക്